പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണെന്ന്. അതിൽ പ്രധാനമായി വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുന്ന പുതുഞായർ തിരുനാൾ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. ഏവർക്കും പുതുഞായറിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. ഇന്ന് ഉയർപ്പിൻ്റെ രണ്ടാം ഞായറാഴ്ച തിരുവചന ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെ വാക്യങ്ങൾ. തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം. ഈശോയെ സംശയിക്കുന്ന ഒരു ശിഷ്യൻ എന്ന തോമായെക്കുറിച്ച് പലരും പലപ്പോഴും പറയാറുണ്ട്. തിരുവചനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വായിക്കുമ്പോൾ ഈശോയെ സംശയിക്കുന്ന ഒരു തോമായല്ല, മറിച്ച് ഈശോയുടെ വേദനകളെ സ്വയം ഏറ്റെടുത്തിരുന്ന ഒരു ശിഷ്യൻ്റെ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത്. അതിനെയാണ് ഒരു സംശയമെന്ന് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്ന് മനസ്സിലാവും. തോമാ ശ്ലീഹ കാരണമെന്ന് വാശി പിടിക്കുന്നത് ഈശോയുടെ കയ്യിലും കാലിലും ആണി അടിച്ച പാടുകൾ, മുറിവുകൾ. കാരണം അത് ഈശോയുടെ കയ്യിലും കാലിലും മാത്രമല്ല, തോമസിൻ്റെ ഹൃദയത്തിൽ കൂടിയാണ് ആ ആണി അടിച്ച് ഇറക്കപ്പെട്ടത്. ഒരുപക്ഷെ തൻ്റെ ഗുരുവും നാഥനുമായ ഈശോയെ അത്തരമൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വേദന, അത് തോമാ ശ്ലീഹായ്ക്ക് തൻ്റെ ഉള്ളിലേക്ക് ആണി അടിച്ചിറക്കിയ ഒരു വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റവും സ്പർശിച്ചത് ഈശോ ചെയ്ത മറ്റേത് കാര്യത്തെക്കാളും ഈശോയുടെ മുറിവായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ജീവൻ തിരിച്ചു വന്ന ആ വ്യക്തിയായിട്ട് കാണണമെന്നോ, ഈശോയുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണണമെന്നോ, ഈശോയുടെ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ കാണണമെന്നോ ഒന്നുമല്ല തോമാ ശ്ലീഹ പറയുന്നത്. എനിക്ക് അവൻ്റെ കൈകളിലും കാലുകളിലുമുള്ള ആണികളുടെ പഴുതുകളും മുറിവുകളും കാണണം, അതിൽ തൊട്ടു നോക്കണം. തോമാ ശ്ലീഹായുടെ ഹൃദയത്തിലും കൂടി ഉണ്ടായിരുന്ന ആ മുറിവ്, ഈശോയുടെ മുറിവുകൾ അത് രക്ഷാകരമായെങ്കിൽ എൻ്റെ ഹൃദയത്തിലെ മുറിവുകളും രക്ഷാകരമാകും എന്ന ആ ഒരു ഉറപ്പിലാണ് തോമാ ശ്ലീഹ അത് പറയുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ മുറിവിൽ, ഈശോയുടെ കുരിശിൽ, ഈശോയുടെ മരണത്തിലൊക്കെ തോമാ ശ്ലീഹ കണ്ടത് ഒരു മനുഷ്യൻ്റെ മരണമല്ല, അല്ലെങ്കിൽ വലിയ ഗുരുവാണെന്ന് പറഞ്ഞു വന്ന ഒരാളുടെ പരാജയമല്ല, മറിച്ച് നമ്മൾ സുവിശേഷത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നത് പോലെ രക്ഷകനായി മാറിയ ക്രിസ്തുവിനെ, ഈശോയെ തോമാ ശ്ലീഹ അറിഞ്ഞത് ആ മുറിവിലാണ്, ആ കുരിശിൻ്റെ ആഴത്തിലുള്ള മുറിവുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈശോ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും ആ രക്ഷകനായതിൻ്റെ അടയാളം പോയിട്ടില്ല എന്ന അദ്ദേഹത്തിന് ആത്മജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് ശരീരം മുഴുവൻ സുഖപ്പെടുമ്പോഴും ആ മുറിവ് ഈശോ ഉണങ്ങാതെ സൂക്ഷിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം ശരിയായിരുന്നുവെന്ന് നമുക്കറിയാം. ഈശോ രക്ഷകനായി മാറിയത്, ഈശോ എന്ന നസ്രത്തുകാരൻ ലോകം മുഴുവൻ്റെയും ക്രിസ്തുവായി മാറിയത് കുരിശിലും ആ കുരിശിലെ മുറിവുകളിലും കൂടെയാണ്. ആ മുറിവ് കാണണമെന്ന് തോമാ ശ്ലീഹ ശാഠ്യം പിടിക്കുമ്പോൾ അത് തോമാ ശ്ലീഹായ്ക്ക് ഈശോയിലുള്ള അവിശ്വാസമല്ല, ഈശോ എന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞതിൻ്റെ അടയാളമായിരുന്നുവെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതാനും ധ്യാന വിചാരങ്ങൾ കൂടി തോമാ ശ്ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഒന്നാമത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈശോ ആദ്യം ഉത്ഥാനത്തിൻ്റെ അന്ന് തന്നെ വൈകിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അന്ന് തോമാ ശ്ലീഹ കൂട്ടത്തിലില്ല എന്ന് തിരുവചനം പറയുന്നു. പിന്നീട് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് 8 ദിവസങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെ കാണാത്തതുണ്ട്. ഉടനെ തന്നെ ഒരിക്കൽ കൂടി വന്ന് ഈ കാര്യം അവനെയും അറിയിച്ചേക്കാം എന്ന് ഈശോ കരുതിയില്ല. ഈശോ ഒരാഴ്ചത്തേക്ക് വീണ്ടും ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നില്ല. അത് ആദ്യം കണ്ട ശിഷ്യന്മാർക്ക് വലിയ സന്തോഷത്തിൻ്റെ കാരണമായിരുന്നു, കാരണം അവർക്ക് ഈശോയെ കാണാൻ പറ്റി. പക്ഷെ തോമാ ശ്ലീഹായ്ക്ക് തൻ്റെ വിശ്വാസം, താൻ എന്ത് ഉള്ളിൽ കരുതിയോ ആ വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണ ദിവസങ്ങൾ കൂടിയായിരുന്നു. ഇവിടെയാണ് തോമാ ശ്ലീഹായുടെ ഗ്രേറ്റ്നെസ്, മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് ഒരു പൊടി പോലും ഇളക്കം തട്ടാൻ ആ 8 ദിവസങ്ങൾക്ക് സാധിച്ചില്ല.
തോമാശ്ലീഹയുടെ വിശ്വാസത്തിന് ആ 7 അല്ലെങ്കിൽ 8 ദിവസങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അദ്ദേഹം ഉറച്ചു നിന്നു. കർത്താവ് അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തോമാശ്ലീഹായ്ക്ക് വേണ്ടി എന്ന രീതിയിൽ രണ്ടാമതൊരിക്കൽ കൂടി വന്ന ഉടനെ തന്നെ മറ്റൊന്നും കാര്യമായി സംസാരിക്കാതെ തോമസിനെ വിളിച്ച് എൻ്റെ കൈകളും കാലുകളും കണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, നമ്മളും വിശ്വാസത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പരീക്ഷണങ്ങളുണ്ടാകും. മറ്റു പലർക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് പഴിക്കാനും തള്ളിപ്പറയാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വരും. പക്ഷെ തോമാശ്ലീഹായെ പോലെ വിശ്വാസത്തിൽ നിലനിൽക്കുമെങ്കിൽ, ഒരു കടുകിട പോലും മാറാതെ നിൽക്കുമെങ്കിൽ, നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമായി, അതിശയമായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം സന്തോഷമാക്കി മാറ്റുകയും ചെയ്യും. വിശ്വാസ പരീക്ഷണങ്ങളിൽ എങ്ങനെ ഉറച്ചു നിൽക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തോമാശ്ലീഹ. രണ്ടാമതൊരു കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോ തോമസിനോട് സംസാരിക്കുമ്പോൾ പറയുന്നു, നീ എന്നെ കണ്ട് തൊട്ട് നോക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇന്ന് ലോകം മുഴുവനോടും ഈശോ പറയുന്ന ഒരു സന്ദേശം ഇതാണ്: അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ചിലർ ചോദിക്കുന്നു, എന്തിനാണൊരു വിശ്വാസിയായി ജീവിക്കേണ്ടത്? ബുദ്ധി പറയുന്നതനുസരിച്ച്, കണ്ണ് കാണിച്ചു തരുന്ന കാര്യങ്ങളനുസരിച്ച് മാത്രം അറിവുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ ആവേണ്ടത്? ലോജിക്കലായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ആവേണ്ടത്? എന്തിനാണ് ഒരു വിശ്വാസിയായി ജീവിക്കുന്നത്? വിശ്വാസം കാണപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ബോധ്യവും ഒക്കെയാണല്ലോ. അതിനേക്കാളും ശ്രേഷ്ഠമായത്, അല്ലെ അതിനേക്കാൾ യുക്തിഭദ്രമായത് ഒരു ബുദ്ധിജീവിയായി ജീവിക്കുന്നതല്ലേ. ഈശോ തോമസിനോടും ലോകത്തോടും പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്തിനെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒന്നാമത്, നമുക്ക് മുകളിൽ ഒരു ഉപരിശക്തി നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ ശക്തിയുണ്ടെന്ന്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. രണ്ടാമത്, ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ടെന്ന് വിശ്വസിക്കണം. അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഉള്ള ഒരു വിശ്വാസമല്ല. നമ്മൾ ചിന്തിക്കുന്നതിനെതിരായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും ദൈവത്തിന് എല്ലാം നന്നായി കൊണ്ടുചെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കണം. തിരുവചനം പറയുന്നല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അവസാനം വന്നെത്തുമ്പോൾ അത് ഏറ്റവും ഗുണകരമായതിനായിരിക്കും. അങ്ങനെയാണ് ദൈവിക പദ്ധതിയെ വിശ്വസിക്കേണ്ടത്. ഒരുപക്ഷെ അതെല്ലാം കടന്നു പോകുന്ന വഴികൾ സുഗമമാവില്ല, സുഖകരമാവില്ല, സന്തോഷകരമാവില്ല. പക്ഷേ അത് പരിസമാപ്തിയിലെത്തുമ്പോൾ, ആ ദൈവിക പദ്ധതി വെളിപ്പെടുമ്പോൾ അത് നന്മയ്ക്കായി പരിണമിക്കുന്നതായിരിക്കും എന്ന ദൈവിക പദ്ധതിയെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ വിശ്വസിക്കണം. സൂചിപ്പിച്ചതുപോലെ എല്ലാം സുഖകരമായില്ലെങ്കിലും ദൈവം കടത്തിക്കൊണ്ടു പോകുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവം കൈവിടാതെ കയ്യിൽ പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് എത്താമെന്ന് ദൈവം കടത്തിക്കൊണ്ടു പോകുന്ന വേദനയുടെ, കുരിശിൻ്റെ, കഷ്ടപ്പാടിൻ്റെ വഴികളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. സങ്കീർത്തനം പറയുന്നല്ലോ, തീയിലും വെള്ളത്തിലും കൂടി അവിടുന്ന് എന്നെ നടത്തി, എങ്കിലും അതിൻ്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് അവിടുന്ന് എന്നെ ആനയിച്ചു. ദൈവത്തിൻ്റെ കൈകളെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഏത് ദുർഘട വഴികളിലൂടെ നടക്കുന്നതെന്നും അതുകൊണ്ട് എനിക്ക് നഷ്ടധൈര്യനാവേണ്ട കാര്യമില്ലെന്നും ഞാൻ ദൈവിക വഴികളെക്കുറിച്ചും വിശ്വസിക്കണം. ദൈവിക ഇടപെടലുകളെക്കുറിച്ച് വിശ്വസിക്കണം. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ദൈവിക ഇടപെടലുകളായിട്ട് കാണാനും അതിനൊരു ദൈവിക അർത്ഥം നമുക്ക് മനസ്സിലായില്ലെങ്കിലും ആ ദൈവിക ഇടപെടലുകൾ നടത്തുന്ന ദൈവത്തിനുണ്ടെന്നും വിശ്വസിക്കാനായിട്ട് പറ്റണം. ദൈവിക സ്വരത്തെ വിശ്വസിക്കണം. ദൈവിക സ്വരം പലപ്പോഴും നമ്മൾ കേൾക്കും നമ്മുടെ മുതിർന്നവരിലൂടെ ആയിരിക്കാം, അധികാരികളിലൂടെ ആയിരിക്കാം, ആത്മീയ മനുഷ്യരിലൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ ദൈവിക സ്വരം ഇത്തരം ആളുകളിലൂടെ ആയിരിക്കാം, തിരുവചനത്തിലൂടെ ആയിരിക്കാം. ദൈവിക സ്വരത്തെ നമ്മൾ വിശ്വസിക്കണം. ഇതൊന്നും നേരിട്ട് കണ്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ യുക്തിഭദ്രമായ തെളിവുകളോടെ ആയിരിക്കില്ല. എപ്പോഴും
അത്തരത്തിൽ വിശ്വസിക്കാൻ തയ്യാറായവർക്കാണ് വലിയ ദൈവിക മഹത്വം ദർശിക്കാനായിട്ട് സാധിച്ചത്. പൗലോസ്ലീഹ പറയുമ്പോൾ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. ഒന്നും മനസ്സിലാകാതിരുന്നിട്ടും ദൂതൻ പറഞ്ഞ വാക്കുകൾ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി സ്വീകരിച്ച മറിയത്തെ ലോകം വലിയവളായി എണ്ണുന്നു. ദൈവം സ്വപ്നത്തിലൂടെ നൽകിയ നിർദ്ദേശത്തെ വിശ്വസിച്ച യൗസേപ്പിതാവിനെ വലിയവനായി ലോകം എണ്ണുന്നു. അതെല്ലാം അവിശ്വാസിയായി ജീവിച്ചതുകൊണ്ടല്ല, വിശ്വാസിയായി ജീവിച്ചതുകൊണ്ട് വന്ന മഹത്വമാണ്. ഇന്ന് ലോകത്തിൽ അവിശ്വാസിയാണെന്ന് പറയുന്നതിനും ദൈവത്തെ തള്ളിപ്പറയുന്നതിനും വലിയൊരു ഫാഷനായി, വലിയൊരു നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന പ്രവണതയായി സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈശോ നമ്മളോടും ലോകം മുഴുവനോടും പറയുന്നു, അത് തെറ്റാണ്. അവിശ്വാസിയായല്ല, വിശ്വാസിയായാണ് ജീവിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ആ ദൈവിക പദ്ധതിയെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് ദൈവിക പദ്ധതിയെ വിശ്വസിക്കണം. നീഷെ എന്ന നാസ്തികൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യന് ഒരു സ്നേഹിതൻ ആവശ്യമാണ്, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മനുഷ്യൻ. നിർഭാഗ്യവശാൽ എനിക്കിത് രണ്ടും ഇല്ലാതെ പോയി. അതായിരുന്നു ആ മനുഷ്യൻ്റെ അവസാന നാളുകളിലെ വിലാപം. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അവിശ്വാസിയായി ജീവിച്ച മനുഷ്യൻ്റെ വിലാപമായിരുന്നു അത്. നമുക്ക് സ്നേഹിതനായി ദൈവവും സ്നേഹിതരായി മനുഷ്യരും ഉണ്ടെന്ന് ഉറപ്പിച്ച് ജീവിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജീവിതമെന്ന് ഈ വലിയ നാസ്തികനായ മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ. മൂന്നാമതൊരു പ്രധാന ചിന്ത തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. അദ്ദേഹം ഈശോയെ കാണുമ്പോൾ പറയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരുപക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ഒരേ അർത്ഥം തോന്നുന്ന വാക്കാണ്, കർത്താവും ദൈവവും. എന്നാൽ ഇംഗ്ലീഷിൽ അത് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ലോർഡ് എന്ന വാക്ക് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അധികാരിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഒരുപക്ഷെ രാജാവ്, പ്രഭു, ആ തരത്തിലൊക്കെ. മൈ ഗോഡ് തീർച്ചയായും അതിൻ്റെ ദൈവം എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. തോമാശ്ലീഹായ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ, തൻ്റെ വിശ്വാസ പ്രഖ്യാപനമായി പറയാൻ സാധിച്ചതിൻ്റെ കാരണം ഇതാണ്. ഇനി ഈ ഭൂമിയിലും സ്വർഗത്തിലും എവിടെയായിരുന്നാലും എനിക്ക് ഒരേ ഒരു ആളെ എൻ്റെ ഉടയവനായുള്ളൂ, അത് ഉയർത്തെഴുന്നേറ്റ ഈശോയാണ്. മറ്റൊന്നിനെയും എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത്, എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളിൻ്റെ സ്ഥാനത്ത്, ഞാൻ വിധേയപ്പെട്ടിരിക്കുന്ന ആളായിട്ട് മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല. യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് ഈ ഭൂമിയിലെ എൻ്റെ അധികാരിയും സ്വർഗത്തിലെ എൻ്റെ നിത്യജീവൻ്റെ അധികാരിയുമായി ദൈവത്തെ അംഗീകരിച്ച മനുഷ്യൻ്റെ വാക്കുകളാണിത്. ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷ നാളുകളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ മറ്റെന്തിനേലും ലോഡായി, ഗോഡായി കൊണ്ടു നടക്കുന്നുണ്ടോ? അതെയോ ഈശോ തന്നെയാണോ എനിക്ക് എല്ലാത്തിൻ്റെയും അധികാരിയും ഉടയവനുമെന്ന് എനിക്ക് അംഗീകരിക്കാനും ഹൃദയത്തിൽ ഏറ്റുപറയാനും ആ മനോഭാവത്തോടെ ജീവിക്കാനും സാധിക്കുന്നുണ്ടോ? തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ തന്നെ മഹത്തരമോ ഒരുപക്ഷെ അതിനേക്കാൾ മഹത്തരമോ ആണെന്ന് സഭാപിതാക്കന്മാർ പറയുന്നു. കാരണം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായി ഈശോയെ തോമാശ്ലീഹ ഹൃദയത്തിൽ അംഗീകരിച്ചു. അതിനേക്കാൾ വലിയതായി ഒന്നും ഏറ്റുപറയാനില്ലല്ലോ. ആ വലിയ വിശ്വാസപിതാവിൻ്റെ ആത്മീയ മക്കളെന്ന നിലയിൽ നമുക്കും ഈ ലോകത്തിൽ മറ്റൊന്നിനെയും ഹൃദയത്തിൽ പ്രമുഖ സ്ഥാനം കൊടുക്കാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനവും പ്രമുഖ സ്ഥാനവും കൊടുത്ത് ആ വിശ്വാസപിതാവിൻ്റെ നല്ല ആത്മീയ മക്കളായി ജീവിക്കുവാൻ ഈ പുതുഞായർ ദിനം നമ്മളെ സഹായിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ഈശോ നിരന്തരമായി നമ്മളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.